നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് നാലാമത്തെ മൊഡ്യൂളാണ്. ട്രാൻസാക്ഷനെ പറ്റിയാണ് നമ്മൾ നാലാമത്തെ മൊഡ്യൂളിനകത്ത് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം നമ്മുടെ ഡേറ്റാബേസിനകത്ത് ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ അങ്ങനെയുള്ള ഒരുപാട് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം കൂടെ നമ്മൾ ചെയ്ത് നമ്മുടെ ഡേറ്റാബേസിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓഫ് വർക്കിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഡേറ്റാബേസിനകത്തെ ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ എന്നിങ്ങനെയുള്ള ഓപ്പറേഷൻസ് യൂസ് ചെയ്തുള്ള ഒരു യൂണിറ്റ് ഓഫ് വർക്കിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് ഡേറ്റാബേസ് സിസ്റ്റംസ് ഉണ്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കോളേജ് സിസ്റ്റം ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ബാങ്ക് എടുത്താലോ, അല്ലെങ്കിൽ ഒരു എയർലൈൻ റിസർവേഷൻ സിസ്റ്റം എടുത്താലോ, എന്തെടുത്താലും അവിടെ എന്തുണ്ട്? ഒരു ഡേറ്റാബേസ് കാണും. അപ്പോൾ ആ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സും കാണും. അപ്പോൾ അവിടെ എല്ലാം നടക്കുന്ന ഇതുപോലെയുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് വർക്കിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് ട്രാൻസാക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസും അതിന്റെ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡയഗ്രാംസ്, അതുപോലെ തന്നെ ട്രാൻസാക്ഷന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആസിഡ് പ്രോപ്പർട്ടീസുമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കുക, ട്രാൻസാക്ഷന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എ ട്രാൻസാക്ഷൻ ഈസ് ആൻ എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം ദാറ്റ് ഫോംസ് എ ലോജിക്കൽ യൂണിറ്റ് ഓഫ് ഡേറ്റാബേസ് പ്രോസസ്സിംഗ്. A transaction includes one or more database access operations. These can include insertion, deletion, modification or update or retrieval operation. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമാണ്, ഒരു എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റാബേസിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടിംഗ് പ്രോഗ്രാം തന്നെയാണ് എന്ത്? ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസാക്ഷനകത്ത് വരുന്ന ഡേറ്റാബേസിനകത്ത് ഓപ്പറേഷൻസ് ആണ് ഏതൊക്കെ? ഇൻസേർഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ, റിട്രീവൽ എന്നൊക്കെ പറയുന്നത്. അതായത് ഡേറ്റാബേസിനകത്ത് ചേഞ്ച് വരുത്തുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഡേറ്റാബേസിനകത്തെ ഡേറ്റകൾക്ക് ചേഞ്ച് വരുത്തുന്ന എന്ത് ഓപ്പറേഷന്റെ കളക്ഷനെയും നമുക്കൊരു ട്രാൻസാക്ഷൻ ആണെന്ന് പറയാം. നമ്മൾ ഇൻസേർഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുതിയ ഡേറ്റ നമ്മൾ ഡേറ്റാബേസിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിലീഷൻ ചെയ്യുമ്പോഴോ ഡേറ്റാബേസിനകത്ത് ഉള്ള ഒരു വാല്യൂ നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. മോഡിഫിക്കേഷൻ ആണെങ്കിലോ ഉള്ള ഒരു ഡേറ്റയുടെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിട്രീവൽ ആണെങ്കിലോ നമ്മൾ ഡേറ്റാബേസിനകത്ത് വാല്യൂവിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുക മാത്രം ചെയ്യുന്നു, വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം യൂസ് ചെയ്ത് നമ്മൾ ആ ഡേറ്റാബേസുമായിട്ട് ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ള കാര്യം? ഒരു ഡേറ്റാബേസിനകത്ത് വരുന്ന എന്ത് ചേഞ്ചിന് വേണമെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ട്രാൻസാക്ഷന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡേറ്റാബേസ് മോഡൽ യൂസ് ചെയ്യണം വിചാരിച്ചു. ട്രാൻസാക്ഷനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡേറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡേറ്റാബേസ് മോഡലിനകത്ത് ട്രാൻസാക്ഷനെ പറ്റി തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ ട്രാൻസാക്ഷന്റെ ബൗണ്ടറീസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് യൂസ് ചെയ്യുന്നത്. ബിഗിൻ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ എൻഡ് ട്രാൻസാക്ഷനും. ഡേറ്റാബേസ് മോഡലിനകത്ത് ട്രാൻസാക്ഷന്റെ ബൗണ്ടറീസ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ബിഗിൻ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ എൻഡ് ട്രാൻസാക്ഷനും. പേര് കൊടുക്കുന്ന പോലെ തന്നെ എന്താ സൂചിപ്പിക്കുന്നത്? ട്രാൻസാക്ഷൻ തുടങ്ങിയെന്നും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ എൻഡ് ചെയ്തെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനിടയ്ക്കാണ് ട്രാൻസാക്ഷനകത്ത് ഓപ്പറേഷൻസ് വരുന്നത്. ഈ ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് ഇതിനകത്ത് വരുന്നത് ഈ ബിഗിൻ ട്രാൻസാക്ഷനും എൻഡ് ട്രാൻസാക്ഷനും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒരു ബിഗിനും ഒരു എൻഡും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡേറ്റാബേസ് മോഡലിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡേറ്റാബേസ് മോഡലിനകത്ത് ഒന്നിലധികം ബിഗിനും എൻഡും വന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ഡേറ്റാബേസ് മോഡലിനകത്ത് അല്ലെങ്കിൽ ആ ഡേറ്റാബേസിനകത്ത് ഒന്നിലധികം ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന അടുത്ത ടേം ആണ് റീഡ് ഓൺലി ട്രാൻസാക്ഷനും അതുപോലെ തന്നെ റീഡ് റൈറ്റ് ട്രാൻസാക്ഷനും. റീഡ് ഓൺലി ട്രാൻസാക്ഷനും റീഡ് റൈറ്റ് ട്രാൻസാക്ഷനും. If the database operations in a transaction do not update the database but only retrieve data, the transaction is called a read-only transaction. Otherwise, it is known as a read-write transaction. അപ്പോൾ read-only transaction എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ വഴി ആക്സസ് ചെയ്യുന്നു,
പക്ഷെ ആ ഡേറ്റാബേസിനകത്ത് വാല്യൂസ് നമ്മൾ റിട്രീവ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ, അതായത് ആ ഡേറ്റാബേസിലെ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ എടുത്തിട്ടുള്ളെങ്കിൽ അതിന് പറയുന്ന പേരാണ് റീഡ് ഓൺലി ട്രാൻസാക്ഷൻ. അങ്ങനെയുള്ള ട്രാൻസാക്ഷന് പറയുന്ന പേരാണ് റീഡ് ഓൺലി ട്രാൻസാക്ഷൻ. അതായത് നമ്മൾ ആ ഡേറ്റാബേസിനകത്ത് ഡേറ്റയ്ക്ക് ചേഞ്ചുകളൊന്നും വരുത്തിയിട്ടില്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ പറയുന്ന പേരാണ് ഏത്? റീഡ് റൈറ്റ് ഓപ്പറേഷൻ. അതായത് നമ്മൾ ഇൻസേർഷൻ ചെയ്തു, അല്ലെങ്കിൽ ഡിലീഷൻ ചെയ്തു, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്തു, അങ്ങനെയുള്ള 3 ഓപ്പറേഷൻസ് വഴിയാണ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷന് പറയുന്ന പേരാണ് റീഡ് റൈറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡേറ്റാബേസിനകത്ത് വാല്യൂനെ റീഡ് ചെയ്തെടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ റിട്രീവ് ചെയ്യുകയും ചെയ്തു, അതോടൊപ്പം തന്നെ പുതിയ വാല്യൂസ് അല്ലെങ്കിൽ ഉള്ള വാല്യൂസിനെ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ളതാണ് റീഡ് റൈറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി പിന്നെ പറയുന്നത് ഡേറ്റാബേസുമായിട്ട് അല്ലെങ്കിൽ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. A database is basically represented as a collection of named data items. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഡെഫിനിഷനകത്തൊക്കെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിരുന്നത്? കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡേറ്റ എന്നല്ലേ പഠിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ കളക്ഷൻ ഓഫ് നെയിംഡ് ഡേറ്റ ഐറ്റംസിനെയാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. The size of a data item is called its granularity. അത് പുതിയൊരു ടേം ആണ് കേട്ടോ. ഗ്രാനുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാബേസിനകത്തെ ഓരോ ഡേറ്റ ഐറ്റത്തിന്റെയും സൈസിനെ പറയുന്ന പേരാണ് ഗ്രാനുലാരിറ്റി. A data item can be a database record, but it can also be a larger unit such as a whole disk block or even a smaller unit such as an individual field attribute value of some record in the database. അപ്പോൾ ഡേറ്റാബേസിനകത്തെ ഡേറ്റ ഐറ്റം അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? ഡേറ്റാബേസിനകത്തെ ഓരോ സിംഗിൾ റെക്കോർഡ്സ് അല്ലെങ്കിൽ സിംഗിൾ ടപ്പിൾസ് ആകാം, അല്ലെങ്കിൽ എന്താകാം? കുറേയധികം ടപ്പിളുകളുടെ കളക്ഷൻ ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കോളംസ് ആകാം. അപ്പൊ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ഒരു ഡേറ്റാബേസിനകത്ത് ഡേറ്റ ഐറ്റം ആകാമെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് each data item has a unique name, but this name is not typically used by the programmer. Rather, it is just a means to uniquely identify each data item. നമുക്കറിയാം ഡേറ്റാബേസിനകത്ത് ഒരുപാട് ഐറ്റംസിന്റെ കളക്ഷൻ ആണ്. അപ്പോൾ ഓരോ ഐറ്റത്തിനെയും നമുക്ക് യൂണിറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് നെയിംസ് കാണും, അല്ലെങ്കിൽ യുണീക്ക് നെയിം കാണും. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനു വേണ്ടി യുണീക്ക് നെയിം യൂസ് ചെയ്യുന്നത്? ഓരോ ഡേറ്റ ഐറ്റത്തിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു നെയിം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഡേറ്റാബേസിനെ പറ്റിയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഡേറ്റാബേസ് മോഡലിന്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? എന്തിനു വേണ്ടി ഡേറ്റാബേസ് മോഡൽ യൂസ് ചെയ്യുന്നേ? ഡേറ്റാബേസിനകത്തെ ട്രാൻസാക്ഷനെ സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡേറ്റാബേസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡേറ്റാബേസ് മോഡലിനകത്ത് ഡേറ്റാബേസിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസിനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, റീഡ് എന്നും റൈറ്റ് എന്നും. അതായത് ഡേറ്റാബേസിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ് ആണ് ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ, റിട്രീവൽ എന്നൊക്കെ പറയുന്നത് ഡേറ്റാബേസിനകത്തെ ഓപ്പറേഷൻസ് ആണ്. നമ്മൾ അതിനെ ഒരു ഡേറ്റാബേസ് മോഡൽ ആക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു ഡേറ്റാബേസിനകത്ത് ഉണ്ടാകുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷനകത്ത് വരുന്ന ഓപ്പറേഷൻസ് ആണ് റീഡ് എന്നും റൈറ്റ് എന്നും പറഞ്ഞ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെന്താന്നുള്ള കാര്യം നോക്കാം. റീഡ് ഐറ്റം ഓഫ് എക്സ്. റീഡ്സ് എ ഡേറ്റാബേസ് ഐറ്റം നെയിംഡ് എക്സ് ഇൻറ്റു എ പ്രോഗ്രാം വേരിയബിൾ. To simplify our notation, we assume that the program variable is also named x. എന്താ റീഡ് ഐറ്റം എക്സ് എന്ന് പറഞ്ഞാല്? ഡേറ്റാബേസിനകത്തു നിന്നും എക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിനെ റിട്രീവ് ചെയ്യുക. ആ ഒരു ഓപ്പറേഷൻ പറയുന്ന പേരാണ് റീഡ് ഐറ്റം ഓഫ് എക്സ്. അപ്പൊ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റവും എക്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? യൂസർ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വഴിയായിരിക്കും ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയുടെ പേര് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഇത്രയും ഓർത്ത് വെക്കുക. ഒരു ട്രാൻസാക്ഷൻ വഴി നമ്മളൊരു ഡേറ്റാബേസിനകത്ത് ഡേറ്റാനെ റിട്രീവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓപ്പറേഷൻ പറയുന്ന പേരാണ് റീഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. രണ്ടാമത്തെ ഓപ്പറേഷൻ ആണ് റൈറ്റ് ഐറ്റം ഓഫ് എക്സ് എന്ന് പറയുന്നത്. റൈറ്റ്സ് ദ വാല്യൂ ഓഫ് പ്രോഗ്രാം വേരിയബിൾ എക്സ് ഇൻറ്റു ദ ഡേറ്റാബേസ് ഐറ്റം നെയിംഡ് എക്സ്. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസാക്ഷനകത്ത്, അതായത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷനകത്തെ എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വേരിയബിളിനെ നമ്മുടെ ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്യുക. ആ ഒരു ഓപ്പറേഷൻ പറയുന്ന പേരാണ്
റൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡേറ്റാബേസിനകത്ത് ചേഞ്ച് വരുത്തുകയാണ്, ഡേറ്റാബേസിലോട്ട് നമ്മൾ പുതിയൊരു വാല്യൂവിനെ സേവ് ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്തായിട്ടാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ട്രാൻസാക്ഷനകത്ത് യൂസ് ചെയ്യുന്ന ആ ഡേറ്റയുടെ പേരും എക്സ് എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിസ്കിനകത്ത് സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഐറ്റത്തിന്റെ പേരും എക്സ് എന്ന് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക, റീഡ് എന്താണ് റൈറ്റ് എന്താണെന്നുള്ള കാര്യം. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോ ജസ്റ്റ് ട്രാൻസാക്ഷനകത്ത് നടക്കുന്ന റീഡിനെ പറ്റിയും റൈറ്റിനെ പറ്റിയും മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഈ റീഡ് എന്ന് പറഞ്ഞൊരു സിംഗിൾ ഓപ്പറേഷനകത്ത് കുറേയധികം സ്റ്റെപ്സ് ഓഫ് ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അതായത് റീഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഓപ്പറേഷനകത്ത് ഒരുപാട് സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് റീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഈ റീഡിനകത്ത് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പുകളാണുള്ളത്. നോക്കിക്കേ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ അഡ്രസ് ഓഫ് ദ ഡിസ്ക് ബ്ലോക്ക് ദാറ്റ് കണ്ടെയ്ൻസ് ഐറ്റം എക്സ്. രണ്ടാമത്തത് കോപ്പി ദാറ്റ് ഡിസ്ക് ബ്ലോക്ക് ഇൻടു എ ബഫർ ഇൻ മെയിൻ മെമ്മറി. The size of the buffer is the same as the disk block size. മൂന്നാമത്തത് copy item x from the buffer to the program variable named x. അപ്പോൾ റീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡേറ്റാബേസിനകത്ത് നിന്നും ഒരു ഡേറ്റാനെ നമ്മൾ റിട്രീവ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് റീഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്രീവ് ചെയ്യേണ്ട ഡേറ്റയുടെ അഡ്രസ്സ് ഡിസ്കിനകത്ത് നിന്നും കണ്ടുപിടിക്കുക. നമുക്കറിയാം ഡിസ്കിനകത്താണ് നമ്മൾ ഡേറ്റാനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഡേറ്റാബേസിനകത്ത് ഡേറ്റകളെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഡിസ്കിനകത്താണ്. CPU ആവശ്യം വരുന്ന രീതിയിൽ നമ്മൾ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? റിട്രീവ് ചെയ്യേണ്ട ഡേറ്റയുടെ അഡ്രസ് നമ്മൾ ഡിസ്കിൽ നിന്നും ലോഡ് ചെയ്യുന്നു. രണ്ടാമത് എന്ത് ചെയ്യുന്നു? ഡിസ്കിൽ നിന്നും ലോഡ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിനെ നമ്മൾ എവിടെ കൊണ്ടിടുന്നു? മെയിൻ മെമ്മറിക്കകത്ത് കൊണ്ടിടുന്നു. മൂന്നാമത് എന്ത് ചെയ്യുന്നു? മെയിൻ മെമ്മറിയിൽ നിന്നും നമ്മുടെ പ്രോഗ്രാം ആ ഡേറ്റ ഐറ്റത്തിനെ റിട്രീവ് ചെയ്യുന്നു. നമ്മുടെ പ്രോഗ്രാം എപ്പോഴും അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മെമ്മറി ഏതാണ്? മെയിൻ മെമ്മറിയാണ്, ഡിസ്ക് അല്ല, മെയിൻ മെമ്മറിയാണ്. അപ്പൊ നമ്മുടെ ട്രാൻസാക്ഷൻ ഡയറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് മെയിൻ മെമ്മറി ആയിട്ടാണ്. അപ്പൊ ചെയ്തു തന്നിരിക്കുന്ന 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ആദ്യമേ ഡിസ്കിൽ പോയിട്ട് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു. രണ്ടാമത് ആ ഡേറ്റാനെ കണ്ടുപിടിച്ച ഡേറ്റാനെ നമ്മൾ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുന്നു. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻ മെമ്മറിയിൽ നിന്നും പ്രോഗ്രാമിലോട്ട് ആ ഡേറ്റാനെ കൊടുക്കുന്നു. അപ്പൊ ഇത്രയാണ് റീഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അടുത്തത്